മക്കളെ, വെൽക്കം ടു സാലം ലേണിംഗ്. അനിത മിസ് ആണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അന്നും ഇന്നും എന്ന് പറയുന്ന ഒരു കുട്ടി ചാപ്റ്റർ ആണല്ലേ. വളരെ രസകരമായിട്ട് പണ്ട് കാലത്തതും ഇപ്പോഴത്തതുമായിട്ടുള്ള വിവിധ തരത്തിലുള്ള വാഹനങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കടങ്കഥകൾ പരിചയപ്പെടാം. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു സാലം ലേണിംഗ്. നമുക്ക് ഒന്നാമത്തെ കടങ്കഥ പരിചയപ്പെടാം. കൈയില്ലാത്തവൻ കാലില്ലാത്തവൻ ആറു നീന്തി കയറി. എന്തായിരിക്കും ആൻസർ? കയ്യുമില്ല കാലുമില്ല, ഈ പുഴയിൽ കൂടെ. ആറ് എന്ന് പറഞ്ഞാൽ എന്താണ്? നദി, പുഴ എന്നൊക്കെയാണല്ലേ അതിന്റെ ഉത്തരം. അപ്പൊ ആൻസർ എന്തായിരിക്കും? ജങ്കാർ അല്ലെങ്കിൽ വള്ളം. ഇനി അടുത്തത് മൂളും വണ്ടി മുച്ചക്ര വണ്ടി. യെസ്, 3 ചക്രമുള്ള ഒരു വാഹനത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ സാധാരണക്കാരുടെ ഒരു വാഹനമാണ്. പട്ടണത്തിലും അതുപോലെ തന്നെ ഗ്രാമങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ വാഹനം ഓടുന്നതിന് നമ്മുടെ ഇന്ധനം വേണം. ഒന്നുകിൽ പെട്രോളോ അല്ലെങ്കിൽ ഡീസലോ, അങ്ങനെ ഇന്ധനം ആവശ്യമാണ്. ഏതായിരിക്കും ആ ഒരു വാഹനം? യെസ്, വേറെ ഒന്നുമല്ലടാ, നമ്മുടെ സ്വന്തം ഓട്ടോറിക്ഷ. ഇനി അടുത്തത് ഇതാണ്. ചത്ത കാള വടിയെടുത്താൽ ഓടും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു ഹിന്റ് മിസ് പറഞ്ഞു തരാം. അതിന് ഫ്യൂവൽ അല്ലെങ്കിൽ ഇന്ധനമൊന്നും വേണ്ട. എന്തായിരിക്കും അതിന്റെ ആൻസർ? ചത്ത കാള വടിയെടുത്താൽ ഓടും. ആൻസർ എന്താണെടാ? തോണിയാണ് കേട്ടോ. ഇനി മുകളിൽ കൂടെ പറക്കുന്ന ഒരു വാഹനവുമായി ബന്ധപ്പെട്ട ഒരു കടങ്കഥ പരിചയപ്പെടാം. ചീറും വണ്ടി ചിറകുള്ള വണ്ടി. എന്തായിരിക്കും? ഈ മുകളിൽ കൂടെ ആകാശത്തൂടെ പറക്കുന്നു എന്ന് പറയുമ്പോഴേക്കും മക്കൾക്ക് ആൻസർ കിട്ടി കാണൂല്ലേ. ചീറും വണ്ടി ചിറകുള്ള വണ്ടി. ആൻസർ എന്താണെടാ? നമ്മുടെ സ്വന്തം വിമാനം. ഇനി അടുത്തതൊരു ചോദ്യം കൂടി ഉണ്ട്. ഒറ്റക്കണ്ണൻ കുതിച്ചു പായുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒറ്റക്കണ്ണൻ കുതിച്ചു പായുന്നു. ആൻസർ വളരെ സിമ്പിൾ ആണ്. വളരെയധികം ആൾക്കാരെ ഒരു പ്രദേശത്ത് നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ പൊതുഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ സ്വന്തം തീവണ്ടിയാണ്. ഇനി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ തോഴനായിട്ടുള്ള ഒരു വാഹനവുമായി ബന്ധപ്പെട്ട കടങ്കഥ പഠിക്കാം. ചവിട്ടുന്നോനെ തന്നെ ഏറ്റി നടക്കും. എന്തായിരിക്കും? ചവിട്ടുന്നോനെ തന്നെ ഏറ്റി നടക്കും. നമ്മുടെ വീട്ടിലൊക്കെയുള്ള വാഹനമാണ്. ചിലപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചിയും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന വാഹനമാണ്. ഏതായിരിക്കും അതിന്റെ ആൻസർ? 2 ചക്രമുള്ള നമ്മുടെ സ്വന്തം സൈക്കിളാണ്. അപ്പൊ മക്കളെ, വാഹനവുമായി ബന്ധപ്പെട്ട് കുറേ കടങ്കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക? ഇതുപോലെ കുട്ടി കുട്ടി കടങ്കഥകളുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടണം. ഓരോ ചാപ്റ്ററിലും നമ്മൾ ഇതുപോലെ ഓരോ കടങ്കഥകളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇനി മിസ്സിന് അടുത്ത യൂണിറ്റിലെ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കടങ്കഥകളുമായിട്ട് വരാം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ ബൈ.